പാർട്ട്ണർക്ക് അലർജി ഉണ്ടോ? അതല്ല, അലർജിയുള്ള സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയാണ് നിങ്ങളടുത്ത് പെരുമാറുന്നത്? അലർജിയുള്ള അധിക ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ് അലർജി കൂടുതലുള്ള സമയത്ത് കൂടുതലായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവുക. പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, കൂടുതലായിട്ട് ആങ്സൈറ്റി ഒക്കെ ആ സമയത്ത് ഉണ്ടാവാറുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഹിസ്റ്റമിൻ റിലീസ് തന്നെയാണ്. ഈ ഒരു സമയത്ത് ഉറക്കക്കുറവ് കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ ഈ മൂഡ് സ്വിങ്സ് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ക്ഷമിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ വളരെയധികം താൽക്കാലികമാണ്. ഇതൊന്നും അവരുടെ കൺട്രോളിൽ ഉള്ളതല്ല. അവരറിയാതെ തന്നെ എക്സ്പ്രസ് ചെയ്ത് പോകുന്നതാണ്. ആ സമയത്ത് തന്നെ അവരുടെ നിങ്ങൾ ആർഗ്യൂ ചെയ്യാതിരിക്കുക. നിങ്ങൾ അവരെ ഒന്ന് വെറുതെ വിട്ടേക്കും. അതുപോലെ തന്നെ അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു സമയം കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഓക്കെ അല്ലേ എന്നൊന്ന് ചോദിക്കുക. അതോടൊപ്പം തന്നെ അവർക്ക് നിങ്ങൾ സൊല്യൂഷൻസ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അവരൊന്ന് കേൾക്കാൻ ഒരു സമയം കണ്ടെത്തിയാൽ മാത്രം മതി. ഇതിനെല്ലാം കാരണം കൂടുതലായിട്ടുള്ള ഹിസ്റ്റമിൻ റിലീസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഫുഡിൽ കൂടുതലായിട്ട് ഹിസ്റ്റമിൻ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. നമ്മൾ ഹിസ്റ്റമിൻ കുറയ്ക്കാനുള്ള കുറേ ഫ്രൂട്ട്സുകൾ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുകയാണെങ്കിൽ നിങ്ങളെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് വരിക. നിങ്ങൾ പറയാതെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാമീപ്യവും കരുതലും അവർക്ക് കൂടുതലായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ സ്ട്രെസ് കുറയുകയും കുറച്ചും കൂടി റിലാക്സ് ആവുകയും കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ് നല്ല രീതിയിൽ കുറയുകയും അതുപോലെ തന്നെ ഹിസ്റ്റമിൻ റിലീസ് കുറയുകയും സ്ട്രെസ് കുറയുന്നത് വഴി തന്നെ അവരുടെ അലർജിയുടെ സിംറ്റംസും കുറയുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു അലർജി ടെൻഡൻസി ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് അവർക്ക് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യൂ.